കർത്തൃദിനം, ശ്രേഷ്ഠദിനം, ആരാധനക്കൊരു ശുദ്ധദിനം. ഹല്ലേലൂയ ഗാനം പാടി ഹൃദയങ്ങൾ വാഴ്ത്തിടാം. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്തൃദിനം, ശ്രേഷ്ഠ ദിനം, 103ാമത് വാരാന്ത്യത്തിലേക്ക് ഏവർക്കും സ്നേഹം, സ്വാഗതം. ദൈവം നൽകുന്ന മുന്നറിയിപ്പുകളിൽ വിശ്വസിക്കുന്നവർ അനുഗ്രഹീതരായി തീരുമെന്ന് തിരുവചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സോദോം ഗൊമോറ ദേശങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന നാശത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം അബ്രഹാമിന് മുന്നറിയിപ്പ് നൽകിയതായി കാണും. പൂർവ യൗസേപ്പിന് സ്വപ്നത്തിൽ ദൈവം മുന്നറിയിപ്പുകൾ കൊടുത്തതായിട്ടും ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായത്തിൽ കാണുന്നു. ദാനിയേലിന് ദൈവം മുന്നറിയിപ്പ് കൊടുക്കുന്നതായി കാണുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ദൈവികമായ മുന്നറിയിപ്പുകളെ വിശ്വാസത്തോടെ സ്വീകരിച്ചവർ വിശുദ്ധാത്മാക്കളായി മാറി. പൂർവ യൗസേപ്പ് ഈജിപ്തിന്റെ പ്രധാനമന്ത്രി ആയി. യൗസേപ്പ് പിതാവ് തിരുക്കുടുംബത്തിന്റെ നായകനായി. അബ്രഹാം വിശ്വാസികളുടെ പിതാവായി മാറി. ദൈവം നൽകുന്ന മുന്നറിയിപ്പുകൾ സ്വീകരിക്കുവാൻ നാം തയ്യാറാണോ? വിശുദ്ധ കുർബാനയുടെ മുമ്പിലും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ മുമ്പിലും സമയം ചെലവഴിക്കുന്ന നാം നമ്മോട് ദൈവം സംസാരിക്കും. ഹൃദയത്തിൽ കാപട്യമില്ലാതെ സത്യസന്ധമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നവരോടും ദൈവം സംസാരിക്കും. ഇവയെല്ലാം വെറും തോന്നലുകളായി ചിലർ പരിഹസിച്ചേക്കാം. ദൈവത്തിന്റെ മുന്നറിയിപ്പുകളെ തോന്നലുകളായി അബ്രഹാമും യൗസേപ്പും ഒക്കെ തള്ളിക്കളഞ്ഞിരുന്നെങ്കിൽ ഇസ്രായേലിന്റെയും സഭയുടെയും എല്ലാം ചരിത്രം മറ്റൊന്നാകുമായിരുന്നു. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതും സന്ധിബന്ധങ്ങളിൽ തുളച്ചു കയറി വികാര വിചാരങ്ങളെ വിവേചിക്കുന്നതുമാണ് എന്ന് കാണും. തിരുവചനങ്ങളുമായി ബന്ധപ്പെടുന്നവർക്ക് മുന്നറിയിപ്പ് ലഭിക്കും. നിത്യവും തിരുവചനം വായിച്ച് ധ്യാനിക്കുന്നവർക്ക് നന്മ തിന്മകളെക്കുറിച്ചുള്ള വിവേചനവും വരാനിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പും ലഭിക്കുന്നു. വചനത്തിൽ വേരൂന്നി ജീവിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കും. ആത്മാവിന്റെ അഭിഷേകമുള്ളവർക്ക് മുന്നറിയിപ്പുകൾ ലഭിച്ചുകൊണ്ടിരിക്കും. യേശുതമ്പുരാൻ പറയുന്നു, നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് ആ നിമിഷത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മിപ്പിക്കും. സ്നേഹമുള്ളവരെ, പ്രാർത്ഥനാ ജീവിതത്തിൽ ആഴത്തിൽ വളർന്നവർക്ക് കർത്താവ് മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കും. മാതാവ് നസ്രത്തിൽ പ്രാർത്ഥനാ നിരതയായിരുന്നപ്പോഴാണ് ഗബ്രിയേൽ മാലാഖ മംഗളവാർത്ത നൽകിയത്. നമ്മൾ നടന്നു നീങ്ങുന്ന വഴികൾ ശരിയാണോ എന്നും തിരുത്തേണ്ട മേഖലകൾ ഏതൊക്കെയാണെന്നും പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് മുന്നറിയിപ്പുകൾ ലഭിക്കാറുണ്ട്. മാതാപിതാക്കൾ, ഗുരുഭൂതർ, ആധ്യാത്മിക ആചാര്യന്മാർ എല്ലാവരിലൂടെയും ദൈവത്തിന്റെ തിരുത്തലുകളും മുന്നറിയിപ്പുകളും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞകാല ജീവിത അനുഭവങ്ങളും കാലത്തിന്റെ അടയാളങ്ങളും എല്ലാം നമുക്ക് മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കും. ഭൂമിയുടെ കുലുക്കവും അണ്ടകടാഹങ്ങളുടെ ഇളക്കവും എല്ലാം മുന്നറിയിപ്പുകളാണ്. സദാ ഒരുക്കമുള്ളവരായിരിക്കണമെന്നുള്ള ഈ മുന്നറിയിപ്പുകളെ നമുക്ക് അവഗണിക്കാതിരിക്കാം. നോഹ പെട്ടകം പണിതപ്പോൾ പുച്ഛിച്ചു തള്ളിയവർ ജലപ്രളയത്തിൽ മുങ്ങിത്താഴുന്ന ചിത്രം നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ. കാലത്തിന്റെ അടയാളങ്ങളെ മുന്നറിയിപ്പുകളായി കണ്ട് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ ജഗദീശ്വരൻ നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നിങ്ങളുടെ ജോൺ ബോൾ കോർപ്പിസ്കോപ്പ അച്ഛൻ.